എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 44-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ കഥ പറഞ്ഞു നിർത്തിയത് ഭഗീരഥൻ്റെ പ്രയത്നം കൊണ്ട് ഗംഗാനദി സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്കെത്തി. പാതാളത്തിൽ എവിടെയാണോ സകരപുത്രന്മാർ ശാപം കാരണമായിട്ട് ഒരു ചാരക്കൂനയായിട്ട് കിടന്നിരുന്നത് അവിടേക്ക് ഒഴുകിച്ചെന്നു. അവർക്ക് മോക്ഷം കൊടുക്കാൻ ആയിട്ട് തയ്യാറായി എന്നുള്ള കഥകളാണ് പറഞ്ഞു നിർത്തിയത്. ഇനി അതിനുശേഷം എന്തൊക്കെയാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. സഗത്വാ സാഗരം രാജാ ഗംഗയാനുഗതസ്തദാ പ്രവിവേശതലം ഭൂമേർയത്ര തേ ഭസ്മസാത്കൃതാ. ഈ സർഗം ആരംഭിക്കുമ്പോൾ ആ കഥ ഒന്ന് പറഞ്ഞു തുടങ്ങണമെന്നേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് തന്നെ അവിടെ രസാതലത്തിൽ ചെന്നു, ചാരക്കൂന കണ്ടു, അവിടേക്ക് ഒഴുകി എത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്നാലും ഒന്നുകൂടി എടുത്തു പറയാണ്. സഗത്വാ സാഗരം രാജ, സഹരാജ, ആ രാജാവ് ഭഗീരഥൻ സാഗരത്തിലേക്ക്, അതായത് സാഗരം വഴിയാണല്ലോ രസാതലത്തിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പോണത്, ആ വഴിക്ക് പോയി. ഗംഗയാ അനുഗത, ഗംഗാനദിയാൽ അനുഗമിക്കപ്പെട്ടുകൊണ്ട് ഭഗീരഥ മഹാരാജാവ് സാഗരത്തിലൂടെ രസാതലത്തിലേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് പ്രവേശിച്ചു. പ്രവിവേശ തലം ഭൂമേഹേ തലം പ്രവിവേശ, ഭൂമിയുടെ ആ തലത്തിലേക്ക് പ്രവേശിച്ചു. ഏതായിരുന്നു ആ തലം? തേ ഭസ്മസാത്കൃതാഹ തേ സകരപുത്രാഹ, ആ സകരപുത്രന്മാർ ഏതൊരു ദിക്കിൽ നിന്നുകൊണ്ടാണ്, ഏതൊരു ദിക്കിൽ വച്ചിട്ടാണോ ഭസ്മമായി തീർന്നത്, ആ ഒരു ദിക്കിലേക്ക് ഭഗീരഥനും ഗംഗാനദിയും കൂടി പ്രവേശിച്ചു. രണ്ടുപേരും ഒരുമിച്ചാണ് അവിടേക്ക് ചെന്നത്. ഭസ്മന്യാപ്ലുതേ രാമ ഗംഗായാ സലിലേന വൈ സർവലോകപ്രഭുർബ്രഹ്മ രാജാനമിതമബ്രവീത്. അങ്ങനെ ആ ഭസ്മത്തിലേക്ക്, ഭസ്മനി ഗംഗായാ സലിലേന ആപ്ലുതേ, അത് സതിസപ്തമിയിൽ പറയാണ്. ഗംഗാജലം കൊണ്ട്, ഗംഗാനദിയിലെ ജലം കൊണ്ട് ആ ഭസ്മം മുഴുവനും, അതായത് ചാരക്കൂന, സകരപുത്രന്മാരുടെ ചാരക്കൂനകൾ മുഴുവനും നനഞ്ഞപ്പോൾ, ഭസ്മനി ആപ്ലുതേ സതി, ഭസ്മം നനഞ്ഞപ്പോൾ. എങ്ങനെയാണ് നനഞ്ഞത്? ഗംഗായാഹ സലിലേന, ഗംഗാനദിയിലെ ജലം കൊണ്ട് ആ ഭസ്മം മുഴുവനും നനഞ്ഞപ്പോൾ അവിടെ സർവലോകപ്രഭുവു ബ്രഹ്മ, സർവലോകത്തിനും പ്രഭുവായിട്ടുള്ള, സർവലോകത്തിൻ്റെയും സ്രഷ്ടാവായിട്ടുള്ള ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് രാജാനം ഇതം അബ്രവീത്, രാജാവിനോട് ഭഗീരഥനോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ആദ്യം ഭഗീരഥനും ഗംഗയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗംഗാപ്രവാഹത്തിൽ ആ ചാരക്കൂന മുഴുവനും നനഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയാണ്, 3-ാമത്തെ ശ്ലോകം നോക്കാം. താരിതാ നരശാർദൂല ദിവം യാതാശ്ച ദേവവത് ഷഷ്ടിഃ പുത്രസഹസ്രാണി സഗരസ്യ മഹാത്മന. വളരെ പച്ചവെള്ളം പോലെയുള്ള സംസ്കൃതം, മലയാളം പോലെ തന്നെയുള്ള സംസ്കൃതം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അത്ര വ്യക്തമാണ്, അത്ര തെളിച്ചമുള്ള ഭാഷയാണ്. അതായത് മലയാളം പഠിച്ചവർക്ക് പോലും, നന്നായിട്ട് ഭംഗിയായിട്ട് മലയാളം പഠിച്ചിട്ടുള്ളവർക്ക് ഈ അർത്ഥം മനസ്സിലാവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അല്ലയോ നരശാർദൂല, ബ്രഹ്മാവ് ഭഗീരഥനെ സംബോധന ചെയ്യാണ്. അല്ലയോ നരശ്രേഷ്ഠ, ഈ പറഞ്ഞ സകരപുത്രന്മാരെല്ലാവരും തന്നെ സകരസ്യ മഹാത്മന ഷഷ്ടി പുത്രസഹസ്രാണി, സകരൻ്റെ 60,000 മഹാന്മാരായിട്ടുള്ള പുത്രന്മാർ എല്ലാവരും തന്നെ ദേവവത് താരിതാഹ ദിവം യാതാശ്ച, താരിതാഹ ദേവവത് ദിവം യാതാശ്ച, അവർ ഈ സംസാരസാഗരത്തിനെ മറികടക്കുകയും ദേവന്മാരെ പോലെ സ്വർഗലോകത്തെത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ അത്രയും കാലം പാതാളലോകത്ത് മോക്ഷം കിട്ടാതെ കിടന്നിരുന്നവരായ ആ 60,000 പേരും ഗംഗാനദിയുടെ പ്രവാഹത്തോടു കൂടിയിട്ട്, ഗംഗാനദിയുടെ ഒഴുക്കോട് കൂടിയിട്ട് നിമിഷനേരം കൊണ്ട് സ്വർഗലോകത്തിലേക്ക് ഇതിനെയൊക്കെ കടന്നിട്ട്, താരിതാഹ എന്ന് വെച്ചാൽ തരണം ചെയ്തു എന്നല്ല, തരണം ചെയ്യപ്പെട്ടു. ഭഗീരഥനാണല്ലോ അത് ചെയ്തത്. അപ്പോൾ ഭഗീരഥനും ഗംഗയും കൂടി ചേർന്ന് ഇവരെ ആ സംസാര നദി തരണം ചെയ്യിച്ചിട്ട് സ്വർഗത്തിലേക്ക്
എത്തിച്ചു. അതാണ് ദേവവത്, ദേവന്മാരെ പോലെ സഗരപുത്രന്മാർ 60,000 പേരും ഇനി സ്വർഗലോകത്ത് ഉണ്ടാകും. എത്ര കാലം? അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 4-ാമത്തെ ശ്ലോകം. സാഗരസ്യ ജലം ലോകേ യാവത് സ്ഥാസ്യതി പാർത്ഥിവ സഗരസ്യാത്മജാ സർവേ ദിവി സ്ഥാസ്യന്തി ദേവവത്. സാഗരസ്യ ജലം ലോകേ യാവത് സ്ഥാസ്യതി. ഹേ പാർത്ഥിവ, അല്ലയോ മഹാരാജാവേ ഭഗീരഥ, ഈ സാഗരത്തിലെ ഇവർ തന്നെ കുഴിച്ചുണ്ടാക്കിയ സഗരപുത്രന്മാർ തന്നെ കിളച്ചു മറിച്ച് കുഴിച്ചുണ്ടാക്കിയതായിട്ടുള്ള ഈ സാഗരം, സമുദ്രം, ആ സമുദ്രത്തിലെ ജലം എത്ര കാലം നിലനിൽക്കുമോ? സാഗരസ്യ ജലം ലോകേ സാഗരസ്യ ജലം യാവത് സ്ഥാസ്യതി താവത്, അത്രയും കാലം സഗരസ്യ ആത്മജാഹ സർവേ സഗരസ്യ ആത്മജാഹ, എല്ലാ സഗരപുത്രന്മാരും 60,000 പേരും ദിവി ദേവവത് സ്ഥാസ്യന്തി, സ്വർഗലോകത്തെ ദേവന്മാരെ പോലെ തിളങ്ങി വിളങ്ങി അങ്ങനെ ജീവിക്കും. അത് സാഗരം എന്നാ നശിക്കുക, ഭൂമി എന്നാ നശിക്കുക എന്ന് വെച്ചാൽ അന്നേ സാഗരവും നശിക്കുള്ളൂ. അപ്പോൾ അനന്തമായൊരു കാലം അവരെല്ലാവരും ഈ 60,000 പേരും സ്വർഗത്തിൽ തന്നെ ഉണ്ടാകും. സാഗരത്തിലെ ജലം വറ്റണത് വരെ ഈ 60,000 പുത്രന്മാരും ദേവന്മാരെ പോലെ സ്വർഗത്തിലുണ്ടാവും എന്നാണ് അനുഗ്രഹം ബ്രഹ്മാവ് കൊടുക്കുന്നത്. ഇയം ച ദുഹിതാ ജ്യേഷ്ഠാ തവ ഗംഗാ ഭവിഷ്യതി ത്വത്കൃതേന ച നാംനാഥ ലോകേ സ്ഥാസ്യതി വിശ്രുത. ഇനി ഈ സഗരപുത്രന്മാർക്ക് മോക്ഷം കൊടുക്കണം എന്ന് പറയണതിൻ്റെ കൂട്ടത്തില് ഭഗീരഥൻ ഒരാവശ്യം കൂടി ബ്രഹ്മാവിനോട് പറഞ്ഞിരുന്നല്ലോ. അതായിരുന്നു തനിക്ക് മക്കളുണ്ടാവണം എന്ന്. പുത്രന്മാരോ പുത്രിമാരോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കളുണ്ടാവണം എന്നുള്ള പ്രാർത്ഥന കൂടി അവിടെ വച്ചിരുന്നു. ആ പ്രാർത്ഥനയ്ക്കുള്ള വരമാണ് കൊടുക്കുന്നത്. അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ മൂത്ത മകളായിട്ട് ഈ ഗംഗാനദി അറിയപ്പെടും. എത്ര ഉദാത്തമായിട്ടുള്ള, എത്ര ഭംഗിയായിട്ടുള്ളൊരു അനുഗ്രഹമാണത്. ആദ്യമേ പറഞ്ഞുല്ലോ, നമ്മൾ ഇവിടെ നദികളും മനുഷ്യരും ഒക്കെ സഹോദര ഭാവേന വർത്തിച്ചിരുന്നൊരു നാടാണ്. വിശ്വാമിത്രൻ്റെ സഹോദരി ഒരു കൗശികി എന്നുള്ള നദിയായിട്ടാണ് ഒഴുകണത് എന്ന് പറയണ്ടായി. അതുപോലെ പല ദിക്കിലും ഈ ഉമ, കാത്യായനി, അതായത് ശ്രീപാർവതീ ദേവിയുടെ സഹോദരിയാണ് ഗംഗ. ഗംഗയും നദിയാണ്. അപ്പോൾ ആ ഒരു സങ്കല്പമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഭാരതീയ സങ്കല്പത്തിന് മാത്രമേ അത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കാനും പറ്റുള്ളൂ എന്നാണ് ഈ പുരാണങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഭഗീരഥനോട് ബ്രഹ്മാവ് അനുഗ്രഹിച്ചുകൊണ്ട് പറയാണ്, ഈ ഗംഗാനദി നിന്റെ മൂത്ത മകളായിട്ട് അറിയപ്പെടുകയും ചെയ്യും. ഇയം ച ദുഹിത ജ്യേഷ്ഠ, ഇങ്ങനെ ഒരു മകളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞില്ല. അങ്ങയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന മക്കളിൽ വെച്ച് ഏറ്റവും മൂത്തവളായിട്ട് ഇവൾ അറിയപ്പെടും. ഇയം ജ്യേഷ്ഠ ദുഹിത തവ ഗംഗാ ഭവിഷ്യതി, തവ ജ്യേഷ്ഠ ദുഹിത ഗംഗാ ഭവിഷ്യതി. ഈ ഗംഗാനദി അങ്ങയുടെ മൂത്ത മകളായിട്ട് അറിയപ്പെടും. മൂത്ത മകളാണ്. എന്തുകൊണ്ട്? അത് മാത്രമല്ല, പേരും കൂടിയും അങ്ങയുടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. ത്വത്കൃതേന ച നാംനാഥ, അങ്ങ് കൊടുത്തതായ ആ പേരോട് കൂടിയിട്ട് വിശ്രുത ലോകേ സ്ഥാസ്യതി, ആ പേരിൽ പ്രസിദ്ധയായിട്ട്, വിശ്രുത എന്ന് പറഞ്ഞാൽ പ്രസിദ്ധയായിട്ട് ആ നദി, അതായത് ഗംഗാനദി ലോകത്ത് എല്ലാവരും ആ ഗംഗാനദിയെ അറിയുകയും ചെയ്യും. അപ്പോൾ അങ്ങയ്ക്ക് മക്കളില്ല എന്നുള്ളതിൻ്റെ ദുഃഖവും തീർന്നു. മൂത്ത മകളാണ് ഗംഗ എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ താഴെയുള്ളവരെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തിൽ വരുന്നവരുടെ മാഹാത്മ്യമൊന്നും പറയണ്ടല്ലോ. അത്രയ്ക്ക് ശ്രേഷ്ഠന്മാരായിട്ടുള്ള മക്കളുണ്ടാവും. മൂത്ത മകളായിട്ട് ഗംഗ അറിയപ്പെടുകയും ചെയ്യും. ഗംഗയാണ് മൂത്ത മകള്. അതുപോലെന്നോ അങ്ങനെ ആകും എന്നൊന്നും അല്ല പറയണത്. ഗംഗ അങ്ങയുടെ മൂത്ത മകളാണ്. അങ്ങയുടെ പേരിൽ തന്നെയാണ് അവള് അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഭാഗീരഥി എന്നുള്ള പേര് ഗംഗാനദിക്ക് വന്നത്. അടുത്ത ശ്ലോകത്തിൽ, 6-ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, ഗംഗാ ത്രിപഥഗാ നാമ ദിവ്യാ ഭാഗീരഥീതി ച ത്രീൻ പഥോ ഭാവയന്തീതി തസ്മാത് ത്രിപഥഗാ സ്മൃത. ഗംഗയ്ക്ക് ഇപ്പൊ തന്നെ കുറെ പേരുകളായി. അതാണ് പറയണത്. ഗംഗ, ത്രിപഥഗ, ദിവ്യ, ഭാഗീരഥി, അങ്ങനെയൊക്കെയുള്ള പേരുകളിൽ ഗംഗാനദി അറിയപ്പെടും. ഗംഗയ്ക്ക് ഗംഗ എന്നൊരു പേരുണ്ട്, ത്രിപഥഗ എന്ന് മറ്റൊരു പേരുണ്ട്, ദിവ്യയാണ്, ഒപ്പം തന്നെ ഭാഗീരഥി എന്നുള്ള പേരിൽ കൂടി ഗംഗാനദി ഇതാ അറിയപ്പെടാൻ പോവുകയാണ്. അതെന്തുകൊണ്ടാണ് ത്രിപഥക എന്ന പേര് വന്നത് എന്നുള്ളത് ഒന്നുകൂടി വ്യാഖ്യാനിച്ച് വാൽമീകി മഹർഷി പറയാണ്, ത്രീൻ പഥ ഭാവയന്തി ഇതി.
ത്രിപഥക. ആ വാക്കുണ്ടായതിൻ്റെ ആ നിരുക്തമാണ് പറയണത്, നിരുക്തി. ത്രീൻ പഥ എന്ന് പറഞ്ഞാൽ 3 വഴികളിൽ കൂടെ സഞ്ചരിക്കുന്നവൾ. 3 വഴികള് സ്വർഗലോകം, ഭൂമി, അതുപോലെ തന്നെ പാതാളലോകം. 3 ലോകങ്ങളിൽ കൂടെയും സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗംഗാനദിക്ക് തസ്മാത് ത്രിപഥക സ്മൃത, അതുകൊണ്ട് ഗംഗാനദിക്ക് ത്രിപഥക എന്നുള്ള പേരുകൂടി വന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് 7ാമത്തെ ശ്ലോകം. പിതാമഹാനാം സർവേഷാം ത്വമത്ര മനുജാധിപ കുരുഷ്വ സലിലം രാജൻ പ്രതിജ്ഞാമപവർജയ. ഇനി അങ്ങ് ചെയ്യേണ്ടത് എന്താണ്? തുല്യന്മാരായിട്ട് ദേവന്മാരുടെ രൂപം ധരിച്ചുകൊണ്ട് സഗരപുത്രന്മാരെല്ലാവരും സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. പക്ഷെ അങ്ങ് തർപ്പണം ചെയ്യണം. അങ്ങ് ഈ നദിയിൽ തർപ്പണം ചെയ്യൂ. പിതാമഹാനാം സർവേഷാം, സഗരന്മാർക്ക് വേണ്ടി മാത്രം, സഗരപുത്രന്മാർക്ക് വേണ്ടി മാത്രമല്ല, സഗര മഹാരാജാവ്, അതിനുശേഷം വന്ന അംശുമാൻ, അസമഞ്ജനും അതിൽ പെടുന്നുണ്ട്, നല്ല ആളല്ലെങ്കിലും പിതാമഹനാണല്ലോ. അതുപോലെ അംശുമാൻ, ദിലീപൻ തുടങ്ങിയിട്ട് എത്രയോ പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും അങ്ങ് ഈ ഗംഗാ നദിയിൽ മുങ്ങിക്കൊണ്ട് തർപ്പണം ചെയ്യണം. സർവേഷാം പിതാമഹാനാം ത്വം അത്ര സലിലം കുരുഷ്വ. ഇവിടെ ഈ ഗംഗാ നദിയിൽ സ്നാനം ചെയ്തുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ജലം നൽകൂ. ജലം നൽകുക എന്ന് പറഞ്ഞാൽ ഉദകക്രിയ ചെയ്യൂ. സലിലം കുരുഷ്വ, അല്ലയോ മഹാരാജാവേ രാജൻ എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ ഭഗീരഥ മഹാരാജാവേ, അങ്ങ് എല്ലാ പിതൃക്കൾക്ക് വേണ്ടിയിട്ടും തർപ്പണം ചെയ്തോളൂ. എന്നിട്ട് പ്രതിജ്ഞാം അപവർജയ, പ്രതിജ്ഞയെ പാലിക്കൂ. അതായത് ഞാൻ ചെയ്യും എന്നങ്ങ് പ്രതിജ്ഞ ചെയ്തുല്ലോ. ഗംഗാനദിയെ ഭൂമിയിൽ നിന്നും പാതാള ലോകത്തിലെത്തിക്കും. ഭൂമിയിൽ നിന്ന് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് എത്തിച്ചവർക്ക് മോക്ഷം കൊടുക്കുമെന്ന് അങ്ങ് പ്രതിജ്ഞ ചെയ്തുല്ലോ. ആ പ്രതിജ്ഞ അങ്ങ് പാലിക്കൂ. ഇതിൽ തർപ്പണം ചെയ്യൂ. അവര് എത്തേണ്ടടുത്ത് എത്തി, എന്നാലും മനുഷ്യരായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തോളണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങ് പൂർവികന്മാരായിട്ടുള്ള എല്ലാ പിതാമഹന്മാർക്കും ഇതോടുകൂടി തർപ്പണം ചെയ്തോളൂ. പ്രതിജ്ഞ പാലിക്കൂ. അത് സത്യസന്ധമായിട്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർക്കൂ എന്ന് പറയാണ്. അങ്ങനെ ഭഗീരഥൻ ഗംഗാനദിയിൽ ഇറങ്ങിയിട്ട് തർപ്പണം ചെയ്യണം എന്നുള്ളത് ഒന്നുകൂടി ബ്രഹ്മാവ് ഓർമ്മിപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ പിതാമഹന്മാര് കുറേ പേരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്താണ് ചെയ്തത്, അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റാഞ്ഞത് എന്നുള്ളതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് വാൽമീകി മഹർഷി പറഞ്ഞു തരും. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സഗത്വാ സാഗരം രാജാ ഗംഗയാനുഗതസ്തദാ പ്രവിവേശതലം ഭൂമേർയത്ര തേ ഭസ്മസാത്കൃതാഃ ഭസ്മന്യഥാപ്ലുതേ രാമ ഗംഗായാ സലിലേന വൈ സർവലോകപ്രഭുർബ്രഹ്മ രാജാനമിദമബ്രവീത് താരിതാ നരശാർദൂല ദിവം യാതാശ്ച ദേവവദ് ഷഷ്ടിഃ പുത്രസഹസ്രാണി സഗരസ്യ മഹാത്മനഃ സാഗരസ്യ ജലം ലോകേ യാവത് സ്ഥാസ്യതി പാർത്ഥിവ സഗരസ്യാത്മജാ സർവേ ദിവി സ്ഥാസ്യന്തി ദേവവത് ഇയം ച ദുഹിതാ ജ്യേഷ്ഠാ തവ ഗംഗാ ഭവിഷ്യതി ത്വത്കൃതേന ച നാംനാഥ ലോകേ സ്ഥാസ്യതി വിശ്രുത ഗംഗാ ത്രിപഥഗാ നാമ ദിവ്യാ ഭാഗീരഥീതി ച ത്രീൻ പഥോ ഭാവയന്തീതി തസ്മാത് ത്രിപഥഗാ സ്മൃത പിതാമഹാനാം സർവേഷാം ത്വമത്ര മനുജാധിപ കുരുഷ്വ സലിലം രാജൻ പ്രതിജ്ഞാമപവർജയ. ഇനി ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.